കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ തട്ടിപ്പ് കയ്യോടെ പിടിക്കപ്പെട്ടതോടെ അതിനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് UDF എംപിമാരും തീരുമാനിച്ചു. അതുകൊണ്ട് ആശാവർക്കർമാരുടെ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയ സംഭവം ലോകസഭയിൽ ശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ് KC വേണുഗോപാൽ. സത്യാവസ്ഥ അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. സംഭവത്തിൽ വ്യക്തത വേണമെന്ന് അദ്ദേഹം പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്രം സംസ്ഥാനത്തെയും അതുപോലെ തന്നെ സംസ്ഥാനം കേന്ദ്രത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും കുറ്റപ്പെടുത്തുമൊക്കെ ചെയ്യുന്നു എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഇത് പ്രശ്നം പരിഹരിക്കാൻ ഗുണമാകില്ല എന്നും അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇവർ ഇനിയും ആ പാവം ആശാവർക്കർമാരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരിക്കും, അവർ പട്ടിണി കിടക്കേണ്ടി വരും എന്നും KC സൂചിപ്പിക്കുന്നു. എന്നാൽ വീണ ജോർജ് മാത്രമല്ല JP നഡ്ഡയും ഇതിൽ ഒളിച്ചു കളിക്കുന്നുവോ എന്നൊരു സംശയം കൂടി വന്നിട്ടുണ്ട്. അതായത് വിഷയത്തിൽ KC വേണുഗോപാലിന് നേരിട്ട് ചേംബറിൽ മറുപടി നൽകാമെന്ന് നഡ്ഡ വ്യക്തമാക്കി. ലോകസഭയിലെ ഇന്നത്തെ ചർച്ചാ വിഷയം വേറെയായതിനാൽ ഈ സഭയിൽ കൂടുതൽ മറുപടിക്കില്ല എന്നും JP നഡ്ഡ വിവരിക്കുകയാണ്. പകർച്ചവ്യാധി അല്ലാത്ത രോഗത്തെ സംബന്ധിച്ചായിരുന്നു ഇന്ന് ലോകസഭയിൽ ചർച്ചയുണ്ടായിരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ആരോഗ്യമന്ത്രി JP നഡ്ഡ KCക്ക് ചേംബറിൽ നേരിട്ട് മറുപടി നൽകാമെന്നും അങ്ങോട്ട് വരണമെന്നും ആവശ്യപ്പെട്ടത്. അതോടെ KC അവിടേക്ക് പോവുകയാണ് സത്യമറിയാൻ. അതിനിടെ വീണ ജോർജുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്താമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. അതായത് അപ്പോഴേക്കും ആശാവർക്കർമാരുടെ കാര്യമൊക്കെ അവർ നിരാഹാരം കിടക്കുന്നു, അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വഷളാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. കേരള ആരോഗ്യമന്ത്രി ഇന്നലെ കാത്തിരുന്ന വിവരം അറിഞ്ഞിരുന്നില്ല എന്നാണ് നഡ്ഡ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ കേന്ദ്രവും കേരളവും ഒന്നിച്ചുകൂടി പാവം ആശാവർക്കർമാരെ പറ്റിക്കുകയാണോ എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജും കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് വിവാദം കനക്കുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രി ഇങ്ങനൊരു മൃദു സമീപനം അതിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ മന്ത്രിസഭയെയും കേരളത്തിലെ മന്ത്രിയെയും വലിയ രീതിയിൽ കുറ്റപ്പെടുത്താൻ കേന്ദ്രം ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് എല്ലാവരും വളരെ വ്യക്തമായി കാണേണ്ട ഒരു കാര്യമാണ്. കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിൻമെൻറ്റ് തേടി കത്ത് നൽകിയെങ്കിലും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയെ കാണാനാകാതെ കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ കേരളത്തിൽ തിരിച്ചെത്തുകയാണ് ചെയ്തത്. അതേസമയം JP നഡ്ഡയെ കാണാൻ UDF എംപിമാർ തീരുമാനിച്ചിട്ടുണ്ട്. അവർ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് കാണുകയും ചെയ്യുമെന്ന് അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്കാണ് എംപിമാർ ചേംബറിലെത്തും എന്ന് അറിയിച്ചത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുകയും അതിനുള്ള പരിഹാരം അവർ തേടുകയും ചെയ്യുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക് ആ സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു സമരത്തിനും ഏറ്റവും വലിയൊരു പട്ടിണി സമരത്തിനും ഒരു ഉത്തരം കാണാൻ കഴിയാതെ ദില്ലിയിൽ പോയി തിരിച്ചു വരുമ്പോൾ കേരളത്തിൻ്റെ എംപിമാർ അതിനുള്ള പരിഹാരം ഒറ്റ ദിവസം കൊണ്ട് കാണാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. ആശാവർക്കർമാരുടെ സമരമടക്കം മന്ത്രിയെ അറിയിക്കുമെന്ന് UDF എംപിമാർ വ്യക്തമാക്കിയതോടെ കേരളത്തിൽ നിരാഹാരം കിടക്കുന്ന, പട്ടിണി സമരം നയിക്കുന്ന ഗ്രാമങ്ങളിലെ മാലാഖമാർക്ക് വലിയൊരാശ്വാസമായി എന്ന് വേണമെങ്കിൽ പറയാം.